അങ്ങനെ ഇത്തിരി വൈകിയാൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ കേട്ടോ. ചെറുപ്പകാലം മുതലുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇത്. പക്ഷേ ഇപ്രാവശ്യമാണ് അത് സാധ്യമായത്. എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലാണ്, ത്രില്ലാണ്. അത് മാത്രമല്ല ക്രിസ്മസ് ട്രീ ആക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വന്നാലോ. ആദ്യം തന്നെ കണ്ണൂർ പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഹോൾസെയിൽ ഷോപ്പായതുകൊണ്ട് തന്നെ വമ്പൻ വിലക്കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പലതരം സ്റ്റാർസ്, ബെല്ല്, ബോൾസ് എന്ന് വേണ്ട എല്ലാം ഇവിടെ കിട്ടും. എല്ലാത്തിനും ഒരു 40 to 60 റേഞ്ചാണ് വരുന്നത്. അതൊരു പാക്കിൽ തന്നെ ഒരു 12 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ ഉള്ളതും ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. ഇനി നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക്. ഹാളിൽ വെച്ചായിരുന്നു ഇന്നത്തെ പണി. അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പേപ്പർ വെച്ചിട്ടാണ് അതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ പോണത്. ഇവിടെ ഇപ്പോൾ ഒരു 3 ഷീറ്റ് പേപ്പറാണ് ഒരു റോൾ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ പിള്ളേർ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ 6 റോള് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ബക്കറ്റിൻ്റെ മൂടിയാണ്. ഈ ബക്കറ്റിൻ്റെ മൂടിക്ക് ചുറ്റുമായിട്ട് നമുക്ക് ഈ റോളുകൾ വെച്ച് കൊടുക്കാം. അത് ഇച്ചിരി റിസ്ക് ഉള്ളൊരു പണിയായിരുന്നു. കാരണം ഞാനിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ഗ്ലൂ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിചാരിച്ച പോലെ അങ്ങോട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അതങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ചുറ്റും സെലോ ടാപ്പ് കൂടി ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോൾ ഭാഗത്ത് സെലോ ടാപ്പൊക്കെ ഒട്ടിച്ച് വെച്ച് നമ്മുടെ ഫ്രെയിം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സിമ്പിളാണ് പരിപാടി. നമ്മൾ കൊണ്ടുവന്ന ഈ മാല അതിന് ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഒട്ടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വളരെ സന്തോഷമായിട്ടോ. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് 8ൻ്റെ ഒരു പണി കിട്ടി. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഫ്രെയിം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതായിരുന്നു. ഞങ്ങളൊരു 4 മാല മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രെയിം ഇച്ചിരി ഒന്നുകൂടി ചെറുതാക്കി പിന്നെ ഒരു മാല കൂടി വാങ്ങി സെറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. അങ്ങനെ മാലകളെല്ലാം ചുറ്റി നമ്മൾ ട്രീ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ബോൾസും ബെൽസും ഒക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഈ ബോൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഇച്ചിരി ഒരു കഷ്ടപ്പാട് തോന്നി. കാരണം അതിനൊരു കൊളുത്തുണ്ടായിരുന്നെങ്കിൽ സംഗതി എളുപ്പമായേനെ. പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന് ഒന്നും തടസ്സമാകരുതല്ലോ. ഞാൻ പറഞ്ഞ പോലെ എന്തോ ഈ ചെറുപ്പകാലം മുതൽ തന്നെ ഡിസംബർ മാസം ക്രിസ്മസ്, കരോള്, പുൽക്കൂട്, ക്രിസ്മസ് ട്രീ ഒക്കെ ഒരു വികാരം തന്നെയായിരുന്നു. ചെറുപ്പം മുതൽക്ക് തന്നെ എനിക്കാവും പോലെ ഈ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ചിലവിൽ ഇങ്ങനെ ഒരു ഐറ്റം സെറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട്. ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അതിലത്തെ ബെൽസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗൗരിക്കുട്ടി ഉണ്ടാക്കിയ സ്റ്റാർ ആണ് മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞത് ആ ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി നമുക്ക് ലൈറ്റ് കൂടി സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പണികൾ തീർന്നു. വളരെ 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 സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം അതും നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. നമ്മൾ ഇനി ഇത് മുറ്റത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു 300 രൂപ ബഡ്ജറ്റിനുള്ളിൽ തന്നെ നമുക്ക് അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. എന്തായാലും ഇത്തവണത്തെ ക്രിസ്മസ് പൊളിക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ.